റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഖുർആൻ ഒരു കുടുംബത്തിന്റെ കഥ പറഞ്ഞു തരുന്നുണ്ടല്ലേ. ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ, മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ, മഹാനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ, ഹാജർ ബീവി റളിയല്ലാഹു അൻഹയുടെ, സാറാ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒരു കുടുംബത്തിന്റെ കഥ പറഞ്ഞു തരുന്നുണ്ട് പരിശുദ്ധമായ ഖുർആൻ. ഒരു കുടുംബത്തിന്റെ കഥ. ഇനി അങ്ങനെ ഹജ്ജിന് പോവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പല ആളുകളും. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുവേ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിൽ നിന്ന് വൃദ്ധരായ ആളുകൾ ഹജ്ജിന് വന്നാൽ അവർക്ക് എന്റെ ശഫാഅത്തിന് അർഹരാവാനുള്ള ഭാഗ്യം നൽകണേ എന്ന്. കേൾക്കണേ, ഹജ്ജിന് പോകുന്ന ആളുകളും പോകാത്ത ആളുകളൊക്കെ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, അല്ലാഹുവേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിൽ നിന്ന് വൃദ്ധരായ ആളുകൾ, വയസ്സന്മാരായ ആളുകൾ ഹജ്ജിന് വന്നാൽ അവർക്ക് ശഫാഅത്ത് ചെയ്യാൻ എനിക്ക് നീ അവകാശം തരണേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹു അവകാശം കൊടുത്തു. വൃദ്ധരായ ആളുകൾ ഹജ്ജിന് പോയാൽ അവരുടെ ഹജ്ജും ഉംറയും മഖ്ബൂലായാൽ അവർക്ക് വേണ്ടി നാളെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ശഫാഅത്ത് ചെയ്യും. മഹദിയായ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ ദുആ ചെയ്തു, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിൽ നിന്ന് അടിമകളായ ആളുകൾ ഹജ്ജിന് വന്നാൽ അവർക്ക് ശഫാഅത്ത് ചെയ്യാൻ എനിക്ക് അവസരം തരണമെന്ന്. മഹദിയായ സാറാ ബീവി റളിയല്ലാഹു അൻഹ ദുആ ചെയ്തു, അല്ലാഹുവേ മുഹമ്മദ് നബിയുടെ സമൂഹത്തിൽ നിന്ന് സ്ത്രീകൾ ഹജ്ജിന് വന്നാൽ അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ എനിക്ക് അവസരം തരണമെന്ന് സാറാ ബീവി ദുആ ചെയ്തു. മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, അല്ലാഹുവിന്റെ ഹബീബിന്റെ ചെറുപ്പക്കാരിൽ നിന്ന്, ഉമ്മത്തിൽ നിന്നുള്ള ചെറുപ്പക്കാർ ഹജ്ജിന് വന്നാൽ അവർക്ക് ശഫാഅത്ത് ചെയ്യാൻ എനിക്ക് അവസരം തരണമെന്ന്. അതേപോലെ മഹാനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിൽ നിന്ന് മധ്യവയസ്കരായ ആളുകൾ ഹജ്ജിന് വന്നാൽ അവർക്ക് ശഫാഅത്ത് ചെയ്യാൻ എനിക്ക് അവസരം തരണമെന്ന് അവരുടെ വിളിയാണ്. ഇനി ശ്രദ്ധിക്കുക, ഒരാള് ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ 15, നമ്മുടെ 15 മുതൽ 40 വയസ്സ് വരെയുള്ള കാലയളവ് ചെറുപ്പക്കാരൻ എന്ന ഷാബ്, യുവത്വം എന്ന കാലയളവാണ്. ഈ സമയത്ത് ഹജ്ജിന് പോയ അയാൾ ഹജ്ജും ഉംറയും ചെയ്ത് തിരിച്ചു വന്നാൽ അവർക്ക് ആര് ശഫാഅത്ത് ചെയ്യും നാളെ? ഇസ്മായിൽ നബി അലൈഹിസ്സലാം. 40 to 50 മധ്യവയസ്കരാണ്. അവര് ആ വയസ്സിൽ ഉംറക്കോ ഹജ്ജിനോ പോയാൽ അവർക്ക് ശഫാഅത്ത് ചെയ്യുന്നത് മഹാനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമാണ്. 50 മുതൽ മേലോട്ട് ആരെങ്കിലും ഹജ്ജിന് പോയാൽ അവർക്ക് വേണ്ടി നാളെ ശഫാഅത്ത് ചെയ്യുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. പെണ്ണുങ്ങൾ ഹജ്ജിന് പോയാൽ അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നത് മഹദിയായ സാറാ ബീവി റളിയല്ലാഹു അൻഹയാണ്. അടിമകൾ ഇന്നില്ല. ഇത് ആര് ദുആ ചെയ്തു? ഒരു കുടുംബം മുഴുവനും നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്തു. അതുകൊണ്ടാണ് ആ കുടുംബത്തിന് വേണ്ടി നമ്മളും ദുആ ചെയ്യുന്നത്. എവിടെ? ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന് നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. എന്റെ മറ്റുള്ള നബിമാർക്ക് ദുആ ചെയ്തില്ല? മൂസാ നബിക്ക് ദുആ ചെയ്യാറുണ്ടോ? മറ്റുള്ള നബിമാർക്ക് ദുആ ചെയ്യാറില്ലല്ലോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തിനും വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നത്, അവരുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് വെറുതെയല്ല. ആ കുടുംബം മുഴുവനും നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. ആ കുടുംബ ബന്ധം ഓർക്കണം. നാളെ ഹജ്ജിന് പോകുമ്പോ കഅബ മന്ദിരം കാണുമ്പോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും പൊന്നുമോൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കഅബ മന്ദിരം പണിതത് ഓർമ്മ വരണം. ഉംറക്ക് പോകുമ്പോ, ഹജ്ജിന് പോകുമ്പോ സഫയുടെയും മർവയുടെയും ഇടയിൽ നമ്മൾ സഅയ് ചെയ്യുന്ന സമയത്ത് മഹദിയായ ഹാജർ ബീവി റളിയല്ലാഹു അൻഹയെ ഓർമ്മ വരണം. സംസം വെള്ളം കുടിക്കുമ്പോ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ഓർമ്മ വരണം. ഇതിനു വേണ്ടിയിട്ടാണ് ഈ ദുആകളൊക്കെ നമ്മൾക്ക് വേണ്ടി അവരും ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് തവണ ഹജ്ജും ഉംറയും ചെയ്യാൻ നമ്മൾക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ. ഒരു ചരിത്രം പറഞ്ഞിട്ട് ഞാൻ പകുതിയിൽ വെച്ചോ എന്ന് എനിക്കൊരു സംശയം.
നിങ്ങളാരും ശ്രദ്ധിക്കൊന്നുമില്ലല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഒരു ചരിത്രം ഞാൻ പറഞ്ഞിട്ട് പകുതിയിൽ വെച്ച് എനിക്ക് ഇപ്പൊ ഓർമ്മമാണത്. ആയിഷാ ബീബി റളിയല്ലാഹു അൻഹയെ നബിതങ്ങളെ സൽക്കാരത്തിന് ക്ഷണിക്കാൻ വേണ്ടി ഒരു സ്വഹാബി വന്നു. ആ സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ വീട്ടിലൊരു സൽക്കാരമുണ്ട്, നിങ്ങൾ വരുമോ? മനോഹരമായൊരു ഭക്ഷണ വസ്തു ഞാൻ പാചകം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ വീട്ടിലേക്ക് വരുമോ എന്ന് ചോദിച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ സ്വഹാബിയോട് പറഞ്ഞത്, ഇന്നഹാ മഈ വആയിഷതു മഈ, എന്റെ ആയിഷയെ ഞാൻ കൂടെ കൂട്ടട്ടെ എന്ന്. എത്ര വയസ്സിലെന്നറിയോ? കല്യാണം കഴിഞ്ഞിട്ട് മധുവിധ ആഘോഷിക്കുന്ന സമയമല്ല. ഇന്ന് ഹണിമൂൺ പോകുന്നത് വരെ നല്ല ബന്ധമാണ്. ഹണിമൂൺ പോയി തിരിച്ചു വന്നാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വാരസ്യങ്ങൾ ഇല്ലേ? ദാമ്പത്യ ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂണൊക്കെ പോയി തിരിച്ചു വരുമ്പോഴേക്കും ഭാര്യയും ഭർത്താവും അകന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യം. എത്ര ഡിവേഴ്സുകൾ നടന്നു അല്ലെ? എത്ര ഡിവേഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ചെറിയ 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 കാര്യങ്ങളുടെ പേരിൽ. അള്ളാഹുവിന്റെ ഹബീബ് 19-60 വയസ്സിലാണ് തന്നെ സൽക്കാരത്തിന് ക്ഷണിക്കാൻ വന്ന സ്വഹാബിയോട് ചോദിക്കുന്നത്, ആയിഷത്തു മഈ, എന്റെ ആയിഷയെ ഞാൻ കൂടെ കൂട്ടട്ടെ, ആയിഷയെ കൂട്ടിയിട്ട് ഞാൻ വരട്ടെ. ആ വന്ന മനുഷ്യൻ പറഞ്ഞു, നബിയെ വേണ്ട, നിങ്ങൾ വന്നാ മതി, ആയിഷയൊന്നും കൂട്ടിയിട്ട് വരണ്ട, നിങ്ങൾ വന്നാ മതി. ആയിഷ വേണ്ട നബിയെ, നിങ്ങൾ വന്നാൽ മതി. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ആയിഷ ഇല്ലാതെ ഞാനൊരു സദ്യയ്ക്ക് വരില്ല, ആയിഷയെ കൂടെ കൂട്ടാതെ ഞാനൊരു സദ്യയ്ക്ക് വരില്ല എന്ന് അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മൾ പറയപ്പോ കല്യാണം കഴിഞ്ഞ് തുടക്കത്തിലൊരു വിരുന്നും സൽക്കാരൊക്കെ ഉണ്ടാവൂലേ? കല്യാണം കഴിഞ്ഞാല് സൽക്കാരങ്ങൾ ഉണ്ടാകപ്പോ വിളിക്കും, സൽക്കാരുണ്ട് വരണം, ഭാര്യയെ കൂടെ കൂട്ടണ്ടേ? ആ കൂട്ടണമെന്ന് പറയും. ഭാര്യ കൂട്ടിയിട്ട് നമ്മൾ പോവും 2-3 വർഷം. പിന്നെ ഭാര്യ വിളിച്ചില്ലെങ്കിൽ ആ സന്തോഷം ചങ്ങാതിമാരോട് കൂടെ അടിച്ചു പൊളിക്കാലോ. ഇത് അള്ളാഹുവിന്റെ ഹബീബിന്റെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. 60-ാമത്തെ വയസ്സിലും പറയാണ്, എന്റെ ആയിഷയെ ഞാൻ കൂടെ കൂട്ടട്ടെ എന്ന്. ആ സ്വഹാബി പറഞ്ഞു, വേണ്ട നബിയെ. അപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആയിഷയില്ലാതെ ഞാൻ വരുന്നില്ല, ആയിഷയില്ലാത്തൊരു സൽക്കാരത്തിന് ഞാൻ വരുന്നില്ല. ആ വന്ന സ്വഹാബി തിരിച്ചുപോയി. അല്പസമയങ്ങൾക്ക് ശേഷം വീണ്ടും വന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, മനോഹരമായൊരു ഭക്ഷണം ഞാൻ പാചകം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് വരുമോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വഹിയ മഈ, ആയിഷയെ ഞാൻ കൂടെ കൂട്ടട്ടെ. ആ മനുഷ്യൻ പറഞ്ഞു, വേണ്ട നബിയെ, നിങ്ങൾ വന്നാൽ മതി, ആയിഷയെ ഞാൻ വിളിച്ചിട്ടില്ല, ആയിഷയില്ലാതെ ഞാനും വരുന്നില്ല. റസൂലുള്ളാഹി തങ്ങൾ പോവാൻ തയ്യാറായില്ല. 3-ാമത്തെ തവണ സ്വഹാബി കടന്നു വന്നു, യാ റസൂലല്ലാഹ്, ഞാൻ മനോഹരമായൊരു സദ്യ ഒരുക്കിയിട്ടുണ്ട്, മനോഹരമായൊരു ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്, നിങ്ങൾ എന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുമോ എന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് 3-ാമതും ചോദിച്ചു, വഹിയ മഈ, എന്റെ ആയിഷയെ ഞാൻ കൂടെ കൂട്ടട്ടെ. അയാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ആയിഷ വേണമെന്നാണ് നിങ്ങൾക്ക് നിർബന്ധമെങ്കിൽ കൂട്ടിക്കോളൂ, കുഴപ്പമില്ല, ആയിഷയെ കൂടെ കൂട്ടിക്കോളൂ. എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൈകളും പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് കുശലാന്വേഷണങ്ങളെ പറഞ്ഞുകൊണ്ട് ആ സ്വഹാബിയുടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോയി എന്ന് സ്വഹാബാക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ കൈകൾക്കിടയിൽ വിടവ് തന്നത് ഭാര്യമാരുടെ കൈയും പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ നടന്നു പോകാൻ വേണ്ടിയിട്ടാണ്, ഹറാമുകൾ ചെയ്യാനല്ല, അന്യ അവിഹിത ബന്ധങ്ങൾ പുലർത്താനല്ല. ഭാര്യമാരുമായിട്ടുള്ള ബന്ധങ്ങൾ പുലർത്തണം, അവരുമായിട്ടുള്ള സമീപനങ്ങൾ നല്ല സമീപനങ്ങളായിരിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ. സ്വാലിഹീങ്ങളായ കൺകുളിർമയുള്ള മക്കളെ അല്ലാഹു നമ്മൾക്ക് നൽകുമാറാവട്ടെ.